ഇതോ ഒരു നെക്സ്റ്റ് പ്ലേസിലോട്ട് വന്നിരിക്കുന്ന ലാംബർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ഊട്ടിയില് വരുന്നവര് ഇത് കണ്ടിട്ടുണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മളാദ്യമായിട്ട് തന്നെ 3 പ്ലേസ് കാണാൻ പറ്റുമെന്നാണ് പറയണത്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ, 30 രൂപ. പിന്നെ ഇത് പാർക്കിങ്ങിന് 20 രൂപ വരും കാറാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ക്യാമറ ആയിട്ട് വരുന്നവര് പിന്നെ ഫോണ് ഇങ്ങനെ ഇതേപോലെ വീഡിയോ എടുക്കാൻ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരങ്ങന്മാര് കുറെ പേരുണ്ട്, തട്ടിക്കൊണ്ടു പോകും. അപ്പൊ നമുക്ക് ഇതിലേക്ക് കയറാം. ഇതാണ് വഴി, ഇതാണ് നമുക്ക് ഇതിലേക്ക് കയറി ഇതിലെങ്ങനെ ഇറങ്ങി വന്നു. ഇപ്പുറത്തെ വഴി കൂടി ഇങ്ങനെ ഇറങ്ങി വന്നു. അതിന്റെ ഇടയിലാണ് ഈ 3 സ്ഥലങ്ങൾ കാണാമെന്നാണ് പറയണത്. നോക്കാം. യെസ്, കേരളത്തിൽ നിന്ന് ഈ ടൈമിൽ വന്നേക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത് അല്ലേ ഷാസെ? കേരള വണ്ടി നമ്മള് മാത്രമേ ഉള്ളൂ. ടീം അമീഗോസിന്റെ വണ്ടി പൈനട്ട കഥ എന്തിനാണ്ട് ഇവിടെ പറയണത്. ഇവിടെ ശരിക്കും പറഞ്ഞാല് കർണാടക വണ്ടിയും തമിഴ്നാട് വണ്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നേക്കണത്. വേറെ ആരും അങ്ങനെ അധികം വന്നിട്ടില്ല. അങ്ങനെ വരുള്ളൂ. ആര് കേരളത്തിൽ നിന്ന് ആരും വരാത്തപ്പോ നമ്മ വരുള്ളൂ അല്ലേ? ഭാഷ അറിയാണ്ട് നട്ടം തിരിച്ചോണം. എനിക്കറിയാ ഭാഷ, തമിഴ് അറിയാന്ന് പറഞ്ഞിട്ടെ എവിടെ പോണം, എങ്ങനെ പോണം. എന്ത് സാധനമാണ് അയാളെന്താ പറഞ്ഞ? ദിമാക്ക് ആനുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഒരു 4-5 ആന ഇപ്പൊ ഉണ്ട്. ആനാന്നല്ലേ പറഞ്ഞോളൂ. കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്താ. ബ്ലോഗർ ഷിജാസിന് കാല് കുറച്ച് സീനാണ്. പനിയായിട്ട് കാലൊക്കെ തളർന്നു പോയി. ഇപ്പൊ കയ്യും കുത്തിയാണ് അപ്പൊ അങ്ങനെ നടക്കണ. കുറച്ച് ആന ഇവിടെ നിൽക്കണ്ട്. വേണ്ടാ, ഫാമിലി ആയിട്ടാണ് വന്നേക്കണ ആനകൾ അല്ലേ? സാധനത്തിനെ കാണാൻ വെറുതെ ഞാൻ എന്നെ കണ്ടില്ലാന്നാ. മാന്തള് നമ്മളിപ്പോ ഏകദേശം ഫസ്റ്റത്തെ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. എത്ര ഏകദേശം 5500 അടി പൊക്കത്തിലാണ്, സ്ക്വയർ ഫീറ്റ് പൊക്കത്തിലാണ് നിൽക്കുന്നത്. നോക്കിയാ ഇല്ല, അവിടെ ചോദിച്ചപ്പോ 5500 ഭയങ്കര ടോപ്പാണ്. ഏറ്റവും ടോപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് കേട്ടോ. മേഘങ്ങൾ കാണാൻ പത പോലെ കിടക്കണം. പത മാറിയിട്ട് ഇപ്പൊ വായിന്നുള്ള പദം തന്നെ നടന്നിട്ട്. ഇതാണല്ലേ ലാംബർ റോക്ക്. ഇത് പരുന്തുംപാറ എന്ന് പറഞ്ഞ പോരെ അതെ? കിട്ടുന്ന സ്ഥലം കേട്ടോ എന്റെ പൊന്നോ. തമിഴ്നാട് സിറ്റിയാണ് ഈ കാണുന്നത്. ഫുൾ സിറ്റി എല്ലാം കാണാം ഇവിടെ നിന്ന്. തമിഴ്നാട് ഊട്ടി, തമിഴ്നാട്, പിന്നെ ഏതാണ് ചെന്നൈയൊക്കെ ഒരറ്റത്ത് പോകും. അതൊക്കെ ആ കാണുന്നതൊക്കെ വീടുകളാണ്, കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അല്ലേ? ഇവിടെ നോക്കുമ്പോ കുഞ്ഞതാണ് അല്ലേ ശാസേ? എന്ത് ഇത് മൊത്തം തമിഴ്നാടാണ് ശാസേ. ഇത് ഫുൾ തമിഴ്നാടാണ്. ഇത് കേരള ഇല്ല. ഇത് എവിടെ
ഇതിൽ കേരളം ഉണ്ടോ? ഷാനാസ് പറയൂ, കേരളം ഉണ്ട് ഇതിനകത്ത്? കേരളം എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല അല്ലേ? ഇതേടാ അവിടെ നോക്കി വേണ്ട, മഞ്ഞ് ഇങ്ങനെ കെട്ടി നിൽക്കണണ്ട അവിടെ. കോട കോട മേഘമാണോ? ആണോ? കോട മഞ്ഞ് മേഘം ഇറങ്ങി തന്നെ അതല്ലേ കോട. മേഘം അവിടെ തങ്ങിയിരിക്കണേ ഉള്ളൂ. ഭയങ്കര 900 അടി അല്ലേ? 900 അടി പൊക്കത്തിലാണ് ഞങ്ങൾ നിൽക്കണത്. ഇവിടുത്തെ സീനറിയൊക്കെ ഏകദേശം കൊള്ളാം അല്ലേ? കൊള്ളാം. നമ്മളിവിടെ അടിപൊളിയാണ്, കൊള്ളാം എന്നൊന്നും പറയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതണ്ട, അത് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത വ്യൂ പോയിന്റിലോട്ട് എത്താമെന്നാണ് പറയുന്നത്. 3 പ്ലേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ചലിക്കാം. പോവാ ശ്വാസം. അപ്പോൾ കണ്ടിട്ട് പറ്റണില്ല, പോവാൻ തോന്നണില്ല എന്ന് പറഞ്ഞു. അതെ അതെ, തോന്നണ അത്രക്ക് ഭംഗി. അതെ, തണുപ്പുണ്ട്. ഇവനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിലേക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മതിമറന്നുപോയി ആള്. അതാണ് ഭയങ്കര രസം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് ചലിക്കാം. ചലിച്ചാലോ? ചലിക്കാം. ഹാമാ ഇതാണ് ഈ സാധനം ലാംബ്രോക്ക്. ഇതാണ് ലാംബ്രോക്ക് അല്ലേ? നിന്റെ പേരാണല്ലേ? ആ, ലാംബ്രോക്ക്. നമ്മ ശരിക്കും പറഞ്ഞാൽ ലാമ്പിനെ പോലെ തന്നെയാണ്. നമ്മ അലച്ചിലാണ് അല്ലേ? ശരിക്കും 30 രൂപ കൊടുത്തിട്ട് അലയണം. അതെ. മുതലാണ് 30 രൂപക്കുള്ള മുതൽ. ശരിക്കും പറഞ്ഞ എന്തോ വളിപ്പൊക്കെ അടിക്കാനുണ്ട് ചെക്കൻ. മുതലൊക്കെ മൈൻഡ് ചെയ്യണ്ട, കാര്യമൊക്കെ ഉണ്ടാവും. അടുത്ത വ്യൂ പോയിന്റ് ഇതാണോ ചെമ്പക്കരൈ? അടുത്ത ഇതാണെന്ന് തോന്നണം കേട്ടാ. ഈ സ്ഥലമാണ്. നോക്കാം, കയറി നോക്കാം. ഓ ഓ അടിപൊളിയാടാ. ഇതൊക്കെ അവിടെ മാത്രം വെയിലടിക്കണണ്ട. ശ്വാസേ ശ്വാസം പിടിച്ചേ. ബാക്കി ശ്വാസം പറഞ്ഞോളൂ. എനിക്ക് കിതപ്പ്, എന്താ ചെയ്യാ? ഇതിന്റെ ഉള്ളിൽ 3 വ്യൂ പോയിന്റ് എന്നാണ് പറയണത്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഇതാണ്, കണ്ടോളൂ. നിങ്ങൾ അതിൽപ്പെട്ടല്ല. 3 വ്യൂ പോയിന്റ് ഇട്ടത്. ഇവിടെ വന്നാൽ എല്ലാരും കാണേണ്ടതാണ്. ശരിക്കും പറഞ്ഞാല് ആ വീടുകളൊക്കെ നോക്കിയ ഒരുമാതിരി എന്തോ പഞ്ചസാര ചാക്ക് പൊട്ടിക്കിടക്കൂലേ, അതേപോലെ അത്ര കുഞ്ഞു കുഞ്ഞി ഉപ്പൊക്കെ വീണ അത്രക്കും വീടുകള്. നമ്മൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുളുക്കുമല മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ അതിനാട്ടി കുറച്ചുകൂടി ഹൈറ്റിലാന്ന് തോന്നുന്നു ഈ മല നിൽക്കുന്നത്. കറക്റ്റ് അല്ലേ? പ്ലെയിൻ ശരിയായല്ലോ, ഭയങ്കര ഹൈറ്റിലാണ്. നമുക്ക് ഇവിടുന്ന് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. അടുത്ത പോയിന്റിലേക്ക് പോവാം. വ്യൂ പോയിന്റ് അപ്പുറത്താണ് ആ വ്യൂ പോയിന്റ്. അപ്പൊ ഇതിൻ്റെ ഉള്ളില് കാഴ്ചകൾ കണ്ടിട്ട് നടക്കാം. ഒരു സൈഡിൽ വനം, എന്നാലോ ഒരു സൈഡിൽ മല. എല്ലാം 3 അടുത്തടുത്ത് തന്നെ. അല്ല, ഞാൻ പറയാം, ഇതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് അപ്പുറത്തെ വ്യൂ പോയിന്റ് 2 മണി കണ്ട് നമുക്ക് നടക്കാം. വെറൈറ്റി ഒരു കാഴ്ചയാണിത്. ലാംബ്രോക്ക് പേര് വരാൻ കാരണം ഇതാണ്. നമ്മ ഇങ്ങനെ അലഞ്ഞ് നടക്കണം ലാമ്പിനെ പോലെ. ആ പ്രാവശ്യം പറഞ്ഞാണ്. എന്നിട്ട് അല്ലേ പറഞ്ഞില്ല? അതെ പറഞ്ഞേ പറഞ്ഞല്ലേ?
കുറെ പച്ചമരുന്നുകളൊക്കെ ഉണ്ട് ഇവിടെ. അതെ, പച്ചമരുന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നില്ല, എല്ലാം ഒറ്റയടിക്ക് ആയല്ലോ. ഓ, അത് വേറൊരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. അത് ഒരു വ്യൂ പോയിന്റ്. ബിനീഷ് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ദിവസം ഓരോ പ്ലേസ്. വീഡിയോ എടുക്കുന്നതിലും പറയുന്നതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പിടിക്കാൻ കൊരങ്ങൻ മൊബൈൽ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതും ഒന്ന് സൂക്ഷിക്കുക. ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഷിജാസ് ഇപ്പം നല്ലോണം കയറുന്നുണ്ട്. അതാണ് ബോയ്ക്ക, കണ്ട ഉഷാറാണ് ബോയ്ക്കൻ്റെ. കുഴപ്പമില്ല, അതാണ് സ്പിരിറ്റ്. അത് ചെരിഞ്ഞിരിക്കുക, ചെറിയൊരു ചെരി കൊണ്ടിട്ടേന് പാറ വെട്ടി ഉണ്ടാക്കിയുണ്ട. അതാണ് പാറയിൽ തന്നെ കൊത്തിയെടുത്തേക്കണ സ്റ്റെപ്പ്, മനസ്സിലായോ ഷിജാസേ? പാറക്കൽ, ഇതിനാണ് പാറക്കല്ല് എന്ന് പറയണത്. മര്യാദക്ക് വെക്കോ, നമ്മോട് വരും. ഇവിടെ ഷാസിന്റെ 2 കൂട്ടുകാരന്മാരൊന്നും ഷിജാസ് ബിനീഷും കറക്റ്റായിട്ട് പറഞ്ഞ അവനെ തന്നെ. ചായയില്ല എനിക്ക് പേര് കണ്ടോ, നോക്കി ഊട്ടി സിറ്റി മൊത്തം കാണാം. ഷാന ബ്ലോഗർ അവിടെ മാത്രം നോക്കിയാ, അവിടെ മാത്രം വെയില് അതാ ഭാഗത്ത് മാത്രം കണ്ട കണ്ട കണ്ട. അത് ചിലർ പറയില്ലേ മക്കളാ, ആ കുണ്ടിയിൽ വെയിലടിക്കുമ്പോൾ എനിക്കുള്ളൂ ആ സംഭവം. അവിടെയാണോ വെയിലാണ്? അതാണ് എത്രാമത്തെ ഇത് നമ്മൾ ഇന്നത് 3ാമത്തെ സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇത്രേ ഉള്ളൂ. 3 വ്യൂ പോയിന്റ് കാണിച്ചു തന്നത് ഇതേ ഉള്ളൂ ഇപ്പൊ ഇവിടെ കാണാൻ. അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടുന്ന് ഇനിയിപ്പോ യാത്ര വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോട്ടാണിക്കൽ ഗാർഡനും ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ കാണാനുണ്ട്. ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. നമ്മ എപ്പോഴും കണ്ട സ്ഥലങ്ങൾ കാണരുത്, എല്ലാരും കണ്ടു ഇരിക്കുന്ന സ്ഥലങ്ങൾ കാണരുത്. ഇപ്പൊ മൂന്നാറാണെങ്കിലും ഊട്ടിയാണെങ്കിലും വയനാടാണെങ്കിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളും നമ്മ അതിന്റെ ഉള്ളിൽ കുറെ സ്ഥലങ്ങൾ കാണാത്തുണ്ടാവും. അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിപ്പോ ചിലർ പറയും മൂന്നാറ് പോകണം, നിങ്ങൾ പോയി മൂന്നാറ് തന്നെ പോകണം, പക്ഷെ അതിലുള്ള കാര്യം ഉള്ളിലുള്ള സ്ഥലങ്ങൾ കാണാൻ. മുന്നേ 2 പ്രാവശ്യം ഊട്ടിയിൽ വന്നാണ് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതെ അതെ, ഊട്ടി 2 പ്രാവശ്യം പോകുന്ന, പക്ഷെ ഇപ്രാവശ്യം ബോട്ടാണിക്കൽ ഗാർഡനിൽ തന്നെയാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇപ്പൊ കാണാത്ത സ്ഥലങ്ങൾ. പക്ഷെ ഇതൊക്കെ വന്നപ്പോ നല്ലൊരു കാഴ്ച തന്നെ നമുക്ക് കിട്ടിയത്. മഴവില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറുതായിട്ട് വിവരല്ല അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മേഘത്തിന്റെ ഒപ്പം ഉണ്ട് കാണാ. ഈ മേഘത്തിന്റെ ഒപ്പം തന്നെ ഉണ്ട് നമ്മൾ കാണാ. അത്രക്കും നല്ല സീനറി ആണ്. നോക്കി എന്റെ തലപ്പൊക്കെ നോക്കി കാണാ, മേഘത്തിന്റെ ഒപ്പം തന്നെ. അപ്പൊ ആണാ ഷിയാസ് ഇതുപോലെ കാണിച്ച് അപ്പോ നമ്മള് അവിടെ കുരങ്ങന്മാരെ കുറച്ച് ആക്രമണം കാരണം ഇവനെ കണ്ടപ്പോ എല്ലാം കൂടി കയറി വന്നു. അപ്പോ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കണാണ്. അപ്പൊ നമ്മളെ ഈ കയ്യിലെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു പണിയാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ വേഗം വന്നാൽ പേടിച്ചിട്ടല്ല. അപ്പൊ നമ്മൾക്ക് ഇനിയും കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണാണ്. പിന്നെ ഓരോന്നും ഓരോ പാർട്ടാക്കി പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ പിടിക്കുന്ന വീഡിയോസ് ഓരോരോ സ്ഥലത്തിൻ്റെ ഓരോരോ പാർട്ടായിട്ട് ഇടുള്ളൂ. അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ഒരു ചെറിയൊരു ബോറടി ഫീൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ പാർട്ടായിട്ട്
ഇടുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. യെസ്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെല്ലാം വാച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാം. അതെന്തായാലും ചെയ്യണം. അതെന്തായാലും ചെയ്യണം. മറക്കരുത്.